ഇന്നുവിൻ്റെ പിറന്നാളാണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ റെഡിയാവണം അമ്പലത്തിൽ പോകാൻ വേണ്ടി. രാവിലെ ഞാൻ കുളിച്ചു, ഞാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വാവ എണീക്കുന്നതിന് മുമ്പായിട്ട് റെഡിയായിട്ട് ഇറങ്ങാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ എന്തായാലും ഞാൻ റെഡിയായി. അപ്പോൾ ഇന്നുവിനെ അത് ഞാൻ പട്ടുപാവടയൊക്കെ ഇടിയിപ്പിച്ചു, റെഡിയാക്കാൻ വേണ്ടി സെറ്റാക്കുമായിരുന്നു രാവിലെ തന്നെ. ഇന്നുവിൻ്റെ മുടി കെട്ടുമെന്നാണ് എനിക്ക് ചില സമയത്ത് ഹെയർ നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പം കെട്ടിയോട്ട് ശരിയാകത്തുമില്ല. അങ്ങനെ ഞാൻ ഒരു വിധത്തിലൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി അമ്പലത്തിലേക്ക്. മണർകാട് ദേവീക്ഷേത്രത്തിലേക്കാണ് പോയത്. നമ്മുടെ വീടിനടുത്തുള്ള അമ്പലമാണ്. എല്ലാ വിശേഷ ദിവസങ്ങൾക്കും എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഓടിച്ചെല്ലുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. അവിടെ ചെന്നു. പിന്നെ ഞങ്ങൾ വഴിപാടൊക്കെ എഴുതിപ്പിച്ചു. വഴിപാട് എഴുതിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ആദ്യ ഉപദേവതകളുടെ അയ്യപ്പൻ, മുരുകൻ, ഗണപതി, നാഗത്താന്മാർ, നാഗരാജാവൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം പ്രാർത്ഥിച്ചു ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ശ്രീകോവിലിൽ ദേവിയുടെ അടുത്തേക്ക് പോയത്. അപ്പം നമ്മളിങ്ങനെ കുളമൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് എടുത്തു, ഷൂട്ട് ചെയ്തു. കുളമൊക്കെ കാണുമ്പം പ്രത്യേക സുഖമല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ മഴയൊക്കെ പെയ്ത് നിറഞ്ഞു കിടക്കുമായിരുന്നു വെള്ളം. വിഷു സമയത്തൊക്കെ അവിടെ ഒരു കണിക്കൊന്ന ഉണ്ടാക്കും. കണിക്കൊന്ന നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. കുളത്തിൽ അതിൻ്റെ ഇങ്ങനെ കണിക്കൊന്നയുടെ ഇങ്ങനെ പൂ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് വെള്ളത്തിൽ. അതൊരു പ്രത്യേക ഭംഗിയാണ് ആ സമയത്ത് കാണാൻ.
പൂവ് കെട്ടുന്നതും നോക്കി നിൽക്കാൻ നല്ല ഭംഗിയാണ്. അമ്പലങ്ങളിൽ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മുടെ കുറേ ഓർമ്മകൾ ഇങ്ങനെ നമുക്ക് വരുമല്ലേ. ഞങ്ങളുടെ വിവാഹത്തിൻ്റെ മെയിൻ ഫോട്ടോസൊക്കെ എടുത്തത് ഈ അമ്പലത്തിൻ്റെ ഇല്ലത്തിൻ്റെ അവിടെ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഓർമ്മ വന്നു. അവിടെ ഒത്തിരി ഫോട്ടോസ് എടുത്തായിരുന്നു, നല്ല ഫോട്ടോസായിരുന്നു എല്ലാം. അതുപോലെ തന്നെ ഒത്തിരി ഡെവലപ്ഡായി അമ്പലം, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു.